നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി എം ലിജുവിനെതിരെ ആരോപണവുമായി മുൻ MLA യു പ്രതിഭ. മന്ത്രി എം ലിജു ജയിച്ചത് ശരിയായ മാർഗത്തിലൂടെ അല്ലെന്നും കരഞ്ഞു വോട്ട് വാങ്ങിയാണ് വിജയിച്ചതെന്നും യു പ്രതിഭയുടെ ആരോപണം. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു യു പ്രതിഭ എം ലിജുവിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത്. തിരഞ്ഞെടുപ്പ് കാലത്തെ തന്നെ വില്ലത്തിയാക്കിയെന്നും വീടുകൾ കയറി അപവാദ പ്രചരണം തനിക്കെതിരെ നടത്തിയെന്നും യു പ്രതിഭ ആരോപിച്ചു. ധാരാളം കള്ളപ്രചരണങ്ങൾ നടത്തി. പ്രതിഭ 2 തവണ ജയിച്ചല്ലോ, ഒരു തവണ തനിക്ക് അവസരം തരണമെന്ന് പറഞ്ഞാണ് എം ലിജു പ്രചാരണം നടത്തിയത്. സ്വാഭാവികമായും വലിയൊരു സഹതാപ തരംഗമുണ്ടായി. എന്നെ വില്ലത്തിയുടെ സ്ഥാനത്ത് നിർത്തി. ഇടതുപക്ഷ നേരായ മാർഗത്തിൽ പ്രചാരണം നടത്തുകയായിരുന്നു. MLAയുടെ പരിധിയിൽ നിന്നുകൊണ്ട് കായംകുളത്തിനോട് 100% നീതി പുലർത്തിയിരുന്നു. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തി വരെ ആരോപണങ്ങളുണ്ടായി. ഒരു സ്ത്രീയെ വ്യക്തിഹത്യ നടത്താൻ ആർക്കും അവകാശമില്ല. എൻ്റെ മകൻ രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത വ്യക്തിയായിട്ട് കൂടി ആ കുഞ്ഞിനെ ഉപദ്രവിച്ചു. അതിൻ്റെ ശരിതെറ്റുകൾ എന്താണെന്നറിയാതെ പലരും വിമർശിച്ചു. വിജയിക്കാനായി UDF മണ്ഡലത്തിൽ പണം ഒഴുക്കി. ശരിയായ രീതിയിലായിരുന്നില്ല UDF വിജയിച്ചതെങ്കിലും വിജയം തന്നെയാണ്. നാട്ടിലെ പുതിയ തലമുറയ്ക്ക് വഴികാട്ടാൻ ലിജുവിൻ്റെ വകുപ്പിന് കഴിയട്ടെ എന്നായിരുന്നു യു പ്രതിഭയുടെ ലൈവിലൂടെയുള്ള വാക്കുകൾ. അതായത് ഒരു അഭിനന്ദനമാണ് അവസാനം ഉദ്ദേശിച്ചത്. പക്ഷേ അതിനു മുന്നേ ഒരുപാട് വിമർശനങ്ങൾ കൂടി ചൊരിഞ്ഞിരിക്കുകയാണ്. നേരത്തെയും കായംകുളത്തെ തോൽവിയിൽ അതൃപ്തി പരസ്യമാക്കിയിരുന്നു യു പ്രതിഭ. കായംകുളത്ത് വെള്ളാപ്പള്ളി നടേശൻ തനിക്കെതിരെ പ്രവർത്തിച്ചെന്നും SNDP വോട്ടുകളിൽ ചോർച്ച ഉണ്ടായെന്നുമായിരുന്നു യു പ്രതിഭ ആരോപിച്ചത്. പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞെന്നും പത്തിയൂരും ചെട്ടിക്കുളങ്ങരയും ഭൂരിപക്ഷം കുറഞ്ഞത് അമ്പരപ്പുണ്ടാക്കിയെന്നുമായിരുന്നു യു പ്രതിഭയുടെ ആരോപണം. കഴിഞ്ഞ തവണത്തേതുപോലെ പ്രവർത്തനം ഊർജ്ജസ്വലമായിരുന്നില്ല എന്നും പ്രതിഭ വിമർശിച്ചു. സ്ഥിരമായി ഒന്നാമതെത്തിയിരുന്ന ബൂത്തിൽ പോലും മുന്നേറാനായില്ല എന്നാണ് പ്രതിഭ പ്രതികരിച്ചത്. ആധികാരികമായി പാർട്ടി ഇതിനെക്കുറിച്ച് പറയട്ടെ എന്നും വ്യക്തമാക്കിയിരുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ ആരോപണ പ്രതിഭ ഉന്നയിച്ചിരുന്നു. കായംകുളത്ത് തനിക്കെതിരെ വെള്ളാപ്പള്ളി പ്രവർത്തിച്ചു എന്നായിരുന്നു ആരോപണം. ഇത് SNDP വോട്ടുകളിൽ ചോർച്ചയുണ്ടാക്കി. യഥാർത്ഥ ശ്രീ നാരായണിയായ തനിക്കെതിരെ പ്രവർത്തിച്ചു. കേരളത്തിൽ മൊത്തം ഇത്തരത്തിൽ പ്രതിപ്രവർത്തനം നടന്നിട്ടുണ്ടെന്നും യു പ്രതിഭ പറഞ്ഞു. LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് യു പ്രതിഭ 77,348 വോട്ടുകൾക്കായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത്. UDFന്റെ അരുത ബാബു 71,050 വോട്ടുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു 2021 തിരഞ്ഞെടുപ്പിൽ നടന്നത്. എന്തായാലും ഇത്തവണ പ്രതിഭയ്ക്ക് ആ ഒരു നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചില്ല, പരാജയപ്പെടുകയുണ്ടായി. എന്തായാലും ലിജു ജയിച്ചത് ശരിയായ മാർഗത്തിലല്ല, കരഞ്ഞു വോട്ട് വാങ്ങിയെന്നാണ് യു പ്രതിഭ ആരോപിക്കുന്നത്. കള്ളപ്രചാരണങ്ങൾ തനിക്കെതിരെ നടത്തിയെന്നും പ്രതിഭ പറയുന്നു. തന്നെ വില്ലത്തിയാക്കിയെന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ യു പ്രതിഭ ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും ഗുരുതര ആരോപണങ്ങൾ ലിജുവിനെതിരെ യു പ്രതിഭ ആരോപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.